ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ നടക്കാനൊക്കെ പോയിട്ട് ഇതേ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും പിന്നെ കോളിഫ്ലവറും കറിയാണ് കേട്ടോ. പിന്നെ പഴം ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇന്ന് മോൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോകണം. 7:30 ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരിക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഫുഡെല്ലാം റെഡി ആവണം, കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡി ആവണം, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം കേട്ടോ. ചില ദിവസങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ കറി അതന്നെ ഞാൻ കൊടുത്തു വിടാറ്. പിന്നെ സാമ്പാറൊക്കെ അങ്ങനത്തെ ഒന്നും കൊടുത്തു വിടാറില്ല, ആൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പുട്ടിൻ്റെ കൂടെ മുട്ടക്കറി അല്ലെങ്കിൽ കടലയാണ് ഇവിടെ ഉണ്ടാക്കാറ്. പിന്നെ ഇന്നലെ കടല വെള്ളത്തിലിടാൻ മറന്നുകൊണ്ടാണ് ഇന്ന് കോളിഫ്ലവർ വെച്ചത് കേട്ടോ. പിന്നെ പഴം ഇരിക്കുന്നുണ്ട്. ഗോതമ്പ് പുട്ടിന് ഇതുപോലെ മിക്സിങ് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നനച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെയാവും. ഒരുപാട് നൈസായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ, ചെറിയതായിട്ടൊരു ഇതായി കിട്ടി, അത്ര തന്നെ. ഒപ്പം തന്നെ ഇതേ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറി തളിക്കാൻ സവാളയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ എടുത്തിരിക്കുന്നത്. പുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ട് ഇതാക്കി കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ പാത്രം ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിരക്കിൽ അത് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അത് പാത്രം നല്ലപോലെ ഇതായിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ സവാളയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട്. പിന്നെ കൊച്ചിന് മുട്ടയും കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ, ഈ കോളിഫ്ലവർ കറിയും പിന്നെ മുട്ടയും കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് എപ്പുറത്ത് ഞാൻ മുട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ സവാളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മുട്ട അപ്പം ഉണ്ടാക്കി കൊടുക്കും കൊച്ചിന്. പിന്നെ ഈ കറി ഉണ്ടല്ലോ, അത് മതി. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സൈഡിൽ കൂടെ ഉണ്ടാക്കിയാൽ ആൾ എന്തെങ്കിലും ചോറ് എന്തെങ്കിലും കുറച്ച് കഴിക്കുള്ളൂ ആൾ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും ഞാൻ. പൊട്ടറ്റോ ഫ്രൈ, ഇതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടൊക്കെ അങ്ങനെ വറുത്ത് ഞാൻ കൊടുത്തു വിടാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ചാറ് കറി ഒന്നും കഴിക്കത്തില്ല ആൾ. പിന്നെ മോരും അങ്ങനെ ഒന്നും കഴിക്കില്ല. തൈര് കഴിക്കും, കട്ട തൈര്. അത് പിന്നെ ഇടയ്ക്ക് കോൾഡ് തന്നെ കാരണം അതങ്ങനെ കൊടുത്തു വിടാറില്ല, ഇടയ്ക്ക് കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ കേട്ടോ. പുട്ടും പഴം വെച്ചിട്ടുണ്ട്, ഇച്ചിരി കറിയും വെച്ചിട്ടുണ്ട്. പഴം ചിലപ്പോഴേ ആൾ കഴിക്കുള്ളൂ, അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൊച്ചിനുള്ള ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അവിടെ ലഞ്ച് ബോക്സ്. ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മോള് കഴിക്കുന്നത്. അങ്ങനെ അവൾ ബസ് വരാറായി. അപ്പോൾ അവൾ ഇറങ്ങി, സ്കൂളിലേക്ക് ഇറങ്ങിയതേ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ബാക്ക് സൈഡിൽ ഇങ്ങനെ കുറച്ച് തന്നെയുള്ളോട്ടോ കറ്റാർവാഴ, പനിക്കൂർക്ക, താമരയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നോക്കി. അപ്പോൾ ഈ ചെറിയ ആൾ എനിക്ക് ഇതേ അകത്ത് നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള സമയമായി, ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറി മുരിങ്ങയ്ക്കയും പരിപ്പ് കൂടിയിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മുരിങ്ങയ്ക്കൊക്കെ ഉടഞ്ഞു പോയായിരുന്നു, കാണുന്നും കൂടി ഇല്ല. പിന്നെ അച്ചാറ്, പപ്പടം, അത്ര തന്നെ. രാവിലത്തെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ബാലൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിന് മുന്നേ ഞാൻ ചെറിയ കൊച്ചിന് ഞാൻ ഭക്ഷണം കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഉറക്കി കഴിഞ്ഞ് പിന്നെ അത് എപ്പോഴും വൈകിട്ടായി, മോള് വരാറായി. അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, കൊച്ചത് കുറച്ച് വാശിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതിനും പഴം മുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മൂത്താൾക്ക് ഇതേ ബ്രെഡ് ജാമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ നല്ല വിശന്നിട്ടാണ് വരാം. അപ്പോൾ ഞാൻ ബ്രെഡ് ജാം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പാലും കൊടുത്തായിരുന്നു, ഗ്ലാസ് പാലും കൊടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തേക്കുള്ള പരിപാടി നോക്കണം. വൈകിട്ട് മീൻകറിയും മാമ്പഴ പുളിശ്ശേരി കേട്ടോ വെക്കാൻ പോകുന്നത്. പിന്നെ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ വരട്ടി ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചു. ഇന്നൊക്കെ എടുക്കാനല്ല കേട്ടോ, നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് മസാല വരട്ടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ മീൻ കറിക്കുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ട് മീൻ കറി വെക്കാനായിട്ട്.
അപ്പോൾ ഇത് മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ വെക്കും. ഫ്രീസറിൽ വെക്കില്ല, ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിൽ ഞാൻ വെക്കാം കേട്ടോ. അങ്ങനെ അത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുന്നേ മീൻകറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് ബാക്കി ചുവന്നുള്ളിയൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് മീൻ തിളപ്പിക്കുക. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ്ട, രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നത് ഞാൻ. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ, നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതേ മീൻകറി എന്തേ തിളച്ചു തുടങ്ങി. മാങ്ങ ഇട്ടിട്ടുണ്ടായിട്ടോ, പച്ചമാങ്ങ ഇട്ടോ ഞാൻ ഇട്ടത്, കുടമുടി ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ മാങ്ങ തിളച്ചിട്ടുണ്ട്, മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഭയങ്കര പുളിയായ കാരണം മധുരം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കര ഉരുക്കി ഒഴിച്ചപ്പോൾ കറക്റ്റ് നല്ല മധുരമായിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ കറിയെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ തേങ്ങ അരച്ചത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ പിന്നെ ജീരകം വെളുത്തുള്ളി കൂടി അരച്ച് കുരുമുളക് കൂടി അരച്ചത് ഞാൻ പേസ്റ്റ് ചേർക്കുന്നുണ്ട് പുളിശ്ശേരിയിൽ കേട്ടോ. പിന്നെ മീൻകറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞാൻ താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻകറി ഇന്നെടുക്കും, മാമ്പഴ പുളിശ്ശേരി നാളത്തേക്കാണ് കേട്ടോ. ചിലപ്പോൾ ഇത് ഇന്ന് തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരി താളിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ ഞാനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കണം കേട്ടോ. ജിഞ്ചറും പിന്നെ ചെറുനാരങ്ങയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സർബത്ത് പോലെ ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, വെള്ളം കൂട്ടി ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഹെൽത്തിന് ഓക്കെയാണത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.